ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സുശീലൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ പേഴുമൂട്, അതായത് കൊല്ലം ജില്ല കിഴക്ക് വശം, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റും കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെയും ബോർഡറാകുന്ന മടത്തറ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇപ്പുറത്ത് പേഴുമൂട് മണർക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഞാനിവിടെ കുടുംബമായി ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന് വന്നതായ സ്ഥലവും, അപ്പോൾ ഇന്നിവിടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ഇന്നും ഇവിടെ വസിക്കുന്നു. ഈ ദേശത്ത് തന്നെ കഴിഞ്ഞ 2005 മുതൽ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം, അതായത് കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് വന്നിട്ട് ഏകദേശം 21 വർഷത്തോളം ആകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഞാൻ ഈ സ്വന്തം ദേശത്ത് തന്നെ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ആയിരിക്കുകയാണ്. ഞാനിവിടെ വന്നതിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഈ സ്വന്തം ദേശത്തിൻ്റെ കർത്താവിൻ്റെ വേല തുടങ്ങുവാൻ കാരണമായതിൻ്റെ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻ നാളുകളിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അങ്ങനെ ജീവിച്ചു പോകവേ തന്നെ കത്തോലിക്ക സഭ എന്ന് പറയുന്ന പാരമ്പര്യ സഭയിൽ ഞങ്ങൾ കുടുംബം മുഴുവനും അതിൽ ആയിരുന്നു. അതിനോടുള്ളനുബന്ധിച്ച് ദൈവമക്കൾ, ദൈവദാസരൊക്കെ വളരെയേറെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് നടന്നതായ ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. ഒത്തിരി ദൈവദാസന്മാരെയും ദൈവമക്കളോടും ഒത്തിരി തവണ വാദപ്രതിവാദങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സഭാപരമായിട്ടുള്ള വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ പെന്തക്കോസ്ത് മാർഗത്തോട് തികച്ചും ഒരു വിരോധ സ്വഭാവമുള്ള, അല്ലെങ്കിൽ വിരോധമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ കുടുംബത്തിൽ, ഞാനിപ്പോൾ പാർക്കുന്ന ഈ ദേശത്ത് വിശ്വാസികളായിട്ട് അന്ന്, ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ആരുമില്ലായിരുന്നു. എല്ലാവരും ഹൈന്ദവ മാർഗത്തിലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കത്തോലിക്ക സഭയിലൊക്കെ ഉൾപ്പെട്ട് അങ്ങനെ ജീവിതം നയിക്കുന്നവരായിരുന്നു. ഞാൻ ഈ സ്വന്തം ദേശത്ത് കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ഉണ്ടായ കാരണമെന്ന് പറയുന്നത്, ഒരിക്കലും ഞാൻ അടൂർ ഭാഗത്ത് അവിടെ ഒരു കത്തോലിക്ക സഭയുണ്ട്. അപ്പോൾ അച്ഛന്മാരുമായിട്ട് എൻ്റെ ബാല്യകാലം മുഴുവനൊക്കെ അച്ഛന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും അവരുമായിട്ടുള്ള സഹവർത്തിത്വമൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം പാടും. അങ്ങനെ ആ പാട്ടിനോട് അനുബന്ധിച്ച് പള്ളികളിലൊക്കെ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാനും അവരുടെ ഈ താലന്ത് പരിശോധനകളിൽ അവരെ ഈ പാട്ട് പരിശീലിപ്പിക്കാനൊക്കെ എന്നെ അവർ ക്ഷണിക്കും. അങ്ങനെയൊക്കെയുള്ള ആ ബന്ധത്തിലൊക്കെ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അടൂർ കടമ്പനാട് പോകുന്ന ആ റൂട്ടിൽ തുവയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. അവിടെ ഇരിക്കുന്ന അച്ഛൻ, ഞാൻ പാർക്കുന്ന ഈ സ്ഥലത്തെ അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. ആ പള്ളിയിൽ എൻ്റെ കുട്ടിക്കാലത്ത് വികാരി അച്ഛനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അന്നു മുതലുള്ള ബന്ധം ഞാനും അച്ഛനുമായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അച്ഛൻ എവിടെ പോയാലും എന്നെ ആ പള്ളിയിലേക്ക് വിളിക്കുകയും എന്നെ അവിടുത്തെ പിള്ളേർക്ക് പാട്ട് പഠിപ്പിക്കാനൊക്കെ എന്നെ അച്ഛൻ നിയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്നെ അച്ഛൻ എവിടെ പോയാലും ഏത് ചർച്ചകളിലേക്ക് മാറിപ്പോയിരുന്നാലും എന്നെ അച്ഛൻ വിളിക്കുമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാനിങ്ങനെ അവിടെ ആ ഭാഗത്താണ് മാഞ്ഞാലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് വിവാഹിതനായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ഒരു ബന്ധുവും എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടുള്ള സ്നേഹബന്ധത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ വീടിനടുത്തൊരു പെന്തക്കോസ്ത് ചർച്ചുണ്ട്. അവിടെ 3 ദിവസം കൺവെൻഷൻ നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അന്ന്. അപ്പോൾ എന്തോ എനിക്ക് അവിടെ ആ കൺവെൻഷൻ കൂടുവാൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടായി, നിൽക്കണമെന്ന് താല്പര്യമുണ്ടായി.
ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിട്ടൊക്കെ പിന്നെ അത് ഇതിനു മുൻപ് ഞാനങ്ങനെ ഈ പെന്തക്കോസ്തുകാരുടെ ഒരു മീറ്റിങ്ങുകളിലും ചെന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവരുള്ള സ്ഥലത്ത് ഞാൻ ചെന്ന് നിൽക്കാറ് പോലും ഇല്ലാത്തൊരു സന്ദർഭമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എനിക്കെന്തോ ദൈവനിയോഗമായിരുന്നിട്ടുണ്ട് എനിക്കവിടെ നിൽക്കണമെന്ന് തോന്നുകയും ആ കൺവെൻഷൻ 3 ദിവസത്തെ കൺവെൻഷനിലും ഞാനങ്ങനെ പങ്കെടുക്കുകയും ചെയ്യുവാൻ അന്നെനിക്കിടയായി. അതൊക്കെ ഇന്ന് ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ അതൊരു നിയോഗമായിരുന്നു, ദൈവം ഒരിക്കലും മുഖാന്തിരമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കൺവെൻഷനൊക്കെ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നിലുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഒരു സന്ദർഭമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ആ കൺവെൻഷനെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നതാണ് എൻ്റെ ചർച്ചിനകത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ കുടുംബ വീടും എൻ്റെ പിന്നെ സഹോദരങ്ങളൊക്കെ താമസിക്കുന്നത്. എൻ്റെ മാതാവില്ല, മാതാവ് മരിച്ചുപോയി. അങ്ങനെ ഞാനിങ്ങനെ ഞങ്ങൾക്ക് 2 വീടാണ്, ഒന്ന് സഹോദരിയുടെ വീടും ഒന്ന് നമ്മളെ കുടുംബ വീടും. അപ്പോൾ സഹോദരിയുടെ വീട്ടിലാണ് ഞാൻ വിവാഹിതനൊന്നുമല്ല, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ള കാര്യമായി പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഉച്ച നേരത്ത് ഞാൻ അല്പം കിടന്ന് മയങ്ങുന്ന സമയത്ത് മേഘമാകുന്നൊരു കര എൻ്റെ ശിരസിന്മേൽ വരികയും നീ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം ഞാനെന്ന് കേൾക്കുവാനിടയിൽ തീർന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കിതയ്ക്കാൻ തുടങ്ങി. ഇതെന്തായിരിക്കും ഇങ്ങനെ കണ്ടത്? കാര്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഞാനിങ്ങനെ കത്തോലിക്കയിലൊക്കെ നിൽക്കണമെങ്കിൽ പോലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്ന് ആദ്യമായിട്ടുള്ള സംഭവം. പക്ഷേ എന്തോ എനിക്ക് അന്ന് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ലോകപരമായിട്ടുള്ള നമ്മുടെ പഴയ മാർഗ്ഗത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ അന്ന് ഉൾപ്പെട്ട് നിൽക്കുന്ന കത്തോലിക്ക അതിന് ശേഷമാണ് ഞാൻ വിവാഹിതനാക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നത് തന്നെ പെന്തക്കോസ്ത് സഭയിൽ പൊയ്ക്കൊണ്ടിരുന്നതായ ഒരു പെൺകുട്ടിയെ എൻ്റെ നിർബന്ധം കൊണ്ട് അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ കത്തോലിക്കയിലേക്ക് ഈ പെൺകുട്ടിയെ ചേർത്ത് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോളാം എന്നുള്ള എൻ്റെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അവരതിന് നിർബന്ധിതരായി, അല്ലെങ്കിൽ അതിനവർ സമ്മതിച്ചു. അങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ സൺഡേ സ്കൂൾ അധ്യാപികയായി ഇരുന്നതായ ഭാര്യ എന്ന് പറയുന്ന റീനയെ അവർ കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവന്ന് മാമോദീസ മുക്കുകയും അങ്ങനെ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വിവാഹം നടന്ന് ഇവിടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനിടയെ തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. ഇതിനിടെ ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു. ഈ മകൻ്റെ മാമോദീസയോടനുബന്ധിച്ചാണ് ഞാൻ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിടുന്നത്. അപ്പോൾ ഞാൻ ഈ അച്ഛന്മാരുടെയൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ ശുശ്രൂഷ രീതികളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. അവരുടെ ശുശ്രൂഷയൊക്കെ ഒരുക്കുവാനും അച്ഛന്മാരുടെ സഹശുശ്രൂഷകനായ പിന്നെ ഈ അൽത്താർ ബാലനായിട്ടൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ടൊക്കെ എനിക്ക് ശുശ്രൂഷ രീതികളൊക്കെ അല്പം എനിക്കറിയാം ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് കുഞ്ഞിൻ്റെ മാമോദീസ മുക്കണം, അതുകൊണ്ട് അച്ഛൻ വരണമെന്ന് പറഞ്ഞ് അച്ഛനെ ക്ഷണിച്ചു. അച്ഛൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഇതുപോലെ നമുക്ക് അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഞങ്ങൾക്ക് അന്ന് ഫോണേ ഇല്ല. അന്നെല്ലാം കത്തിടപാട് നടക്കുന്ന കാലഘട്ടമാണ്. ആർക്കും തന്നെ നമ്മൾ അയൽവക്കത്തോ നമുക്ക് ആർക്കും തന്നെ അന്ന് ഫോണിൻ്റെ സൗകര്യമില്ലായിരുന്നു. അങ്ങനെ അച്ഛനെ ഞാനിവിടെ മാമോദീസയ്ക്കുള്ള ആ കാര്യങ്ങളെല്ലാം ഒരുക്കി. അപ്പോൾ കത്തോലിക്ക മാമോദീസയോടനുബന്ധിച്ച് 2 ചൂടുവെള്ളം പച്ചവെള്ളം വേണമെന്നുള്ള ഒരു നിബന്ധന ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒരുക്കി ഞാൻ തയ്യാറായിട്ടിരിക്കുമ്പോഴത്തേക്ക് അന്ന് ഈ അച്ഛൻ വന്നില്ല. മാമോദീസയ്ക്കുള്ള ടൈം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാത്തതുകൊണ്ട് നമുക്ക് അന്ന് അച്ഛൻ വന്നിലേക്ക് വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യവും അന്നത്തെ കാലഘട്ടത്തിലില്ലായിരുന്നു. ഞാൻ ഒത്തിരി നേരം കാത്തിരുന്നിട്ട് അച്ഛനെ കണ്ടില്ല. അങ്ങനെ അന്ന് വിളിച്ച് ചോദിക്കാനുള്ളതായ സന്ദർഭങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പ്രത്യേകിച്ച് അന്നത്തേക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുന്നൊരാളും കൂടിയായിരുന്നു ഞാൻ. ഇതെല്ലാം കൊണ്ട് ഞാനങ്ങനെ വളരെ വിഷമിച്ചു, വളരെ ടെൻഷനായി. അങ്ങനെ എല്ലാവരോടൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അച്ഛൻ തൊട്ടടുത്തല്ല താമസിക്കുന്നത്. അച്ഛൻ 10-15 കിലോമീറ്റർ അകലെയാണ് അച്ഛൻ താമസിക്കുന്നത്. എന്തോ അച്ഛൻ മറന്നുപോയതായിരിക്കാം. അങ്ങനെ അത് എന്നെ വളരെ എനിക്കത് ദുഃഖമായി, പ്രയാസമായി. അങ്ങനെ പിറ്റേ ഞായറാഴ്ചയുടെ അന്ന് അച്ഛൻ കുർബാനയ്ക്ക് വന്നപ്പോൾ അച്ഛനോട് അല്പം മുഷിഞ്ഞ് തന്നെ ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞാനും അച്ഛനുമായിട്ട് അവിടെ വെച്ച് പിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിമേൽ ഞാൻ കത്തോലിക്ക സഭയിട്ട് ഇനിമേലിൽ ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞു. ഈ പള്ളിക്കകത്ത് ഞാൻ മേലിൽ കയറത്തില്ല എന്ന് പറഞ്ഞു. ഈ പള്ളിയിൽ നിന്നുള്ളതല്ല, ഈ പ്രസ്ഥാനത്തോട് ഞാൻ വിട പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ ഇടയായി തീർന്നു. എന്നാൽ പെന്തക്കോസ്തിൽ പോകണമെന്നുള്ള തീരുമാനമൊന്നും അന്ന് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ
ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാനും വൈഫും കുഞ്ഞുമായിട്ട് ഞങ്ങളങ്ങ് വൈഫിൻ്റെ സ്ഥലമാകുന്ന പേരൂർ, പിന്നെ തിരുവനന്തപുരം പേരൂർക്കട വഴയിലെ വേറ്റിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭാര്യാഗ്രഹം. ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോയതിൻ്റെ പിറ്റേ ഞായറാഴ്ച തന്നെ, ഒരു ഞായറാഴ്ച വരികയാണ്. പിറ്റേ ഞായറാഴ്ച ടൈമിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിനകത്തൊരു ആത്മപ്രേരണ കിട്ടി. ആരാധനയ്ക്ക് പോകണം, പെന്തക്കോസ് ആരാധനയ്ക്ക് പോകണം, പെന്തക്കോസ് പിന്നെ സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു ആത്മനിയോഗം എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ എനിക്കറിയത്തില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം. കാരണം ആ ചുറ്റുപാട് മൊത്തം പെന്തക്കോസുകാരാണ്. എൻ്റെ വൈഫിൻ്റെ ഫാമിലി മുഴുവൻ പെന്തക്കോസുകാർ, ആ പരിസരം മുഴുവനും മിക്ക എണ്ണം പെന്തക്കോസുകാർ. അവിടെ മറ്റ് മതസ്ഥരും പിന്നെ സഭകളിൽ പോകുന്നവരും വളരെ കുറച്ചാണ്. ഭൂരിപക്ഷം പേരും 90% പേരും പെന്തക്കോസുകാരാണ്. അപ്പോൾ എനിക്കറിയാം. എന്നിട്ട് അവിടെ ചെന്നിട്ടും എൻ്റെ കുഞ്ഞിൻ്റെയും മാമോദീസയ്ക്കുള്ള ടൈം, എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പും അവിടെയും ചെന്ന് ഞാൻ അവിടുത്തെ പെന്തക്കോസുകാരുടെ ശക്തമായിട്ട് ഞാൻ അവരോട് തർക്കിക്കുകയും അവരോട് പിന്നെ സഭാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുകൂടുകയൊക്കെ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് നമുക്ക് ഇന്ന് ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് വിചാരിച്ചു കത്തോലിക്ക പള്ളിയിൽ കുർബാന കൂടാൻ പോകുന്ന കാര്യമായിരിക്കും ഞാൻ പറയുന്നതെന്ന് പുള്ളിക്കാരത്തി ചിന്തിച്ചു. ഞാൻ ചോദിച്ചു, എവിടെയാണ് ആരാധനയ്ക്ക് പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എവിടെയാണ് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, അനന്ത അച്ഛൻ ഇപ്പോൾ അത്ര ചോദിക്കണമെന്ന് നമ്മൾ കെട്ട് നടന്നാൽ നമ്മൾ കത്തോലിക്ക പള്ളിയിലേ പോകുന്നേ. ഞാൻ അവിടെ അല്ല നമ്മൾ പോകുന്നത് പെന്തക്കോസ് സഭയിലേക്ക് നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരത്തി ഞെട്ടിപ്പോയി. കാര്യം ഇവിടെ ആ സ്ഥലത്തും ചെന്ന് പെന്തക്കോസുകാരോട് ശക്തമായിട്ട് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാക്കുന്ന ഞാൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു സൂചന പോലും കൊടുക്കാതെ ഒരു ഞായറാഴ്ച ഇരുന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റെന്ന് പറയുകയാണ് നമുക്ക് പെന്തക്കോസ് പള്ളിയിൽ ആരാധനയ്ക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ പുള്ളിക്കാരത്തി വളരെ ഞെട്ടിപ്പോയി. അതിനേക്കാൾ ഉപരി സന്തോഷത്താൽ പുള്ളിക്കാരത്തിയുടെ ഹൃദയം നിറഞ്ഞ് കവിയാൻ ഇടയായി തീർന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. കാര്യം വെച്ചാൽ രഹസ്യമായിട്ടെങ്കിലും എൻ്റെ പെന്തക്കോസിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഇവരുടെ ഫാമിലി മുഴുവനും ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 1999 ഞങ്ങൾ പെന്തക്കോസ് അവിടെ എൻ്റെ വൈഫിൻ്റെ സ്ഥലത്തൊരു ഇൻഡിപെൻഡൻറ്റ് സംഘടനയുണ്ട്, സഭയുണ്ട്. അവിടെ ഞങ്ങൾ ആരാധനയ്ക്ക് പോവുകയും അങ്ങനെ ദൈവസ്ഥനിൽ ആരാധിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് 99 അവസാനത്തെ മാസമാകുന്ന ഡിസംബർ മാസം 31 കർത്താവിൻ്റെ നാമത്തിൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാനും ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിനെ ജലത്തിൽ ഞങ്ങൾ സാക്ഷീകരിച്ച് കർത്താവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ശക്തമായി ദൈവദാസന്മാരിൽ കൂടി അന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ള താല്പര്യമില്ല, അങ്ങനെ ചിന്ത വന്നിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. എന്നാൽ ചെന്നിരിക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം ഓരോ ഫാസ്റ്റിംഗ് പ്രെയറുകളിലും ദൈവദാസന്മാർ ഫസ്റ്റിലെ ഞാനിരിക്കുന്ന ദിവസങ്ങളിൽ ഫസ്റ്റിൽ എനിക്കായിരിക്കും വന്ന് വരുന്ന ഗസ്റ്റ് ദൈവദാസന്മാർ ദൂത് പറയുന്നത്. അങ്ങനെ ദൂത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ അതെല്ലാം കേട്ട് ദൈവസ്ഥനിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ശക്തമായിട്ടുള്ള ദൈവ നിയോഗം വന്നു. കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളൊരു നിയോഗം വന്നു. അങ്ങനെ ഏകദേശം 2002 ഞാൻ കൊട്ടാരക്കര ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് ദൈവവചനം പഠിക്കണമെന്നുള്ള താല്പര്യം വന്ന് അങ്ങനെ അവിടെ പോയി ദൈവവചനം പഠിച്ചു. ഞാൻ അവിടെ നിന്ന് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ദേശം, ഞാൻ പാർക്കുന്ന ഈ ദേശം ഒറ്റ ദൈവമക്കൾ പോലും ഇല്ലാത്തൊരു ദേശമാണ്. എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും മന്ത്രവാദികളുടെ ഒരു പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. എൻ്റെ അമ്മയുടെ അപ്പൻ വരെയുള്ളവരെല്ലാം ശക്തന്മാരായ മന്ത്രവാദികളായിരുന്നു ഇവരെല്ലാം. അവരുടെ ഫാമിലി അങ്ങോട്ട് മുഴുവനും ആണുങ്ങളെല്ലാം മന്ത്രവാദികളായിരുന്നു. അവസാനം വന്ന് നിൽക്കുന്നത് എൻ്റെ മാതാവിൻ്റെ പിതാവിലാണ് സ്ഥാനം വന്ന് നിന്നത്. ചുരുക്കം പറഞ്ഞാൽ അടുത്ത മന്ത്രവാദി സ്ഥാനത്തേക്ക് വരേണ്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത്, അങ്ങനെ ആ സാഹചര്യം ഏകദേശം അടുത്തു വരുന്ന സമയത്താണ് ഞാൻ മുൻപ് പറഞ്ഞതായ ആ അടൂർ നടന്നതായ കൺവെൻഷനിൽ പങ്കെടുക്കാനും അവിടെ വെച്ച് ഇങ്ങനെ ആത്മനിയോഗം കിട്ടിയ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ ആ ദർശനം കാണുവാനും അങ്ങനെ പല റൂട്ടുകളിൽ കൂടി പല മാർഗങ്ങളിൽ കൂടി ഈ കർത്താവിനെ നമ്മുടെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനുള്ളതായ ഒരു സന്ദർഭം ദൈവം എനിക്ക് തരുവാനിടയെ തീർന്നത്. അങ്ങനെ ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എൻ്റെ ദേശം എല്ലാം രക്ഷിക്കപ്പെടാതെ കിടക്കുന്നവരെല്ലാം പിന്നെ നരകത്തിന് യോഗ്യരായി കഴിയുന്ന കർത്താവെ, അവിടെ ആ ദേശ ദൈവപ്രവർത്തികൾ ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ആത്മനിയോഗമുള്ള ആത്മഭാരമുള്ള ഏതെങ്കിലും ദൈവദാസന്മാരെ എൻ്റെ ദേശത്തേക്ക് അയക്കുമാറാകണമേ എന്ന് ഞാൻ
നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇത് പല ആവർത്തി ഇങ്ങനെ ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ ജന്മദേശത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ആത്മഭാരമുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ആരെങ്കിലും അയക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഞാൻ നിന്ന് ആണല്ലോ ദൈവമേ കാണുന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവ്, ഇനി എന്നെയാണോ അവിടത്തേക്ക് ആ ദേശത്തേക്ക് അങ്ങ് നിയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതോടുകൂടി ആ ഭാഗം അങ്ങ് മാറി. പിന്നെ ഇങ്ങോട്ട് വരണമെന്നുള്ള ആ ചിന്ത അങ്ങ് മാറി. പിന്നെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതായ താല്പര്യം അങ്ങ് മാറി. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ദേശത്ത് ഒരു സുവിശേഷ യോഗം വെക്കണമെന്നൊരു ആഗ്രഹം വന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഈ സുവിശേഷ യോഗം എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പെന്തക്കോസിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പെന്തക്കോസുകാരുടെ മീറ്റിങ്ങുകളുടെ ചിട്ടകളും അതിൻ്റെതായ അടിസ്ഥാനങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സഹോദരി അന്ന് ആ സന്ദർഭത്തിൽ കുവൈറ്റിൽ ജോലിയോടനുബന്ധിച്ചായിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ സഹോദരിയോട് അവരാ രക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ സഹോദരിയോട് പറഞ്ഞ് നമ്മുടെ ദേശത്ത് ഒരു കൺവെൻഷൻ വെക്കണം. ഞങ്ങളെന്തായാലും ഇപ്പോൾ ആരാധന പള്ളിയിലൊക്കെ പോവുകയാണല്ലോ, ചർച്ചിലൊക്കെ പോവുകയാണല്ലോ, അപ്പം നമുക്ക് അവിടെ ഒരു സുവിശേഷ യോഗം വെക്കണം. അതൊക്കെ കേട്ട് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ദൈവജനം കേട്ട് രക്ഷയിലേക്ക് വരാൻ ഇടയെ തീരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സഹോദരി എനിക്ക് അയച്ചു തന്നതാണ് ഒരു 1000 രൂപ. കാര്യം സഹോദരിക്ക് അറിയത്തില്ല ഒരു കൺവെൻഷൻ ചിലപ്പോൾ എത്ര രൂപ ആവുമെന്ന് സഹോദരിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഒന്നെനിക്ക് മനസ്സിലായി, ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ പൈസ കൊണ്ടൊന്ന് ബാങ്കിൽ കൊണ്ടിട്ടു. അങ്ങനെയാണ് ഈ ദേശത്തേക്കുള്ള ആത്മനിയോഗ ദൈവാത്മശക്തമായിട്ടുള്ള പ്രേരണ തന്നു. ഈ സ്വന്തം ദേശത്തേക്ക് വരണം, കർത്താവിൻ്റെ വേലയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും അന്ന് ഞങ്ങൾ 2 മക്കളായി ഒന്നുമില്ലാതെ ഈ ദേശത്തേക്ക് കടന്നു വന്നു. സ്വന്തം നാടാണെങ്കിലും മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം അടുത്തുണ്ടെങ്കിലും അവരാരും ഞങ്ങളുടെ സുവിശേഷ വേലയോടനുബന്ധിച്ച് ബുദ്ധിമുട്ടിക്കാതെ തന്നെ, ഞങ്ങളുടെ ഇല്ലായ്മ ആരും അറിയിക്കാതെ തന്നെ ഞങ്ങളിവിടെ ഏകദേശം 12 വർഷം, അതായത് 2005 മുതൽ 2017 വരെ ഞങ്ങളിവിടെ വർക്ക് ചെയ്തു. ഇവിടുന്ന് പോകുമ്പോൾ ചുരുക്കം പറഞ്ഞ സഭയിൽ ആൾ കുറവാണ്, വളരെ ആൾ കുറവാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ആളിരിക്കേണ്ട ഒരു സ്ഥലത്തൊക്കെ ഞങ്ങൾ കല്ലുകൾ പുറക്കൊണ്ട് വെച്ച് ഞാൻ ദൈവസ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏകദേശം 2015 കൂടി സഭയിൽ ഒരു 10-40 പേര് കടുപ്പിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമക്കളെ ദൈവാത്മാവ് അയച്ചു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു ചേഞ്ചിങ് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC നിലമേ സെൻറ്റർ ഉൾപ്പെട്ട സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച കർത്താവ്, ഇനി ഞങ്ങൾക്ക് അല്പകാലത്തേക്ക് ഒരു ചേഞ്ചിങ് ഇവിടുന്ന് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ആയതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു സഭ ഒഴിവ് വന്ന് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരു 4.5 വർഷത്തേക്ക് ഞങ്ങൾ അവിടെ ആയിരിക്കാൻ ഇടയെത്തീർന്നു. എന്നാൽ ആ 4.5 വർഷം കഴിഞ്ഞ് ഞാനിവിടെ മടങ്ങി തിരിച്ച് ഇതേ സഭയിലേക്ക് തന്നെ വരുമ്പോൾ ഈ സഭ ശൂന്യതയിൽ കിടക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാനിടയെത്തീർന്നത്. ഇരുന്ന ദൈവദാസൻ്റെ പ്രവർത്തന രീതിയാണോ ആരോ എനിക്കൊന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ വന്നപ്പോൾ ഈ സഭ ചുരുക്കം ചില വ്യക്തികളെ കൊണ്ട് മാത്രം നിന്നിട്ട് ബാക്കിയുള്ളെല്ലാവരും ഞങ്ങളുടെ ഈ സഭ വിട്ടു പോകുവാനിടയെത്തീർന്നു. ഇന്ന് ഞങ്ങൾ പിന്നെയും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നു. എൻ്റെ 2 മക്കൾ, എനിക്ക് 2 ആൺമക്കളാണ്. അവർ 2 പേരും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളാണ്. ഒരു മൂത്ത മകൻ ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു, ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടനുബന്ധിച്ച് തന്നെ അവനൊരു ബൈബിൾ ക്ലാസ്സിലും കടന്നുപോയി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഇന്ന് സ്വന്തം ദേശത്ത് തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ എല്ലാവരും ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നുള്ളതായ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വാടകയ്ക്കാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഞങ്ങൾക്ക് അല്പ സ്ഥലം കർത്താവ് തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഭവനമില്ല. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിനോടനുബന്ധിച്ച് ചെറിയൊരു ഫാസിനേജ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കതിനകത്ത് ഞങ്ങളുടെ മക്കൾ പ്രായമായപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് കിടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അന്നെൻ്റെ ഞങ്ങൾ ചെറിയൊരു ബെഡ്റൂമും ഒരു ചെറിയ അടുക്കളയും മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഇപ്പോൾ ആയിരിക്കും ചർച്ചിൽ ഫാസിനേജ് ആയിട്ടുള്ളത്. അന്ന് മക്കളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്കത് മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മക്കളെ ചെറുപ്പക്കാരായപ്പോൾ ഞങ്ങൾ പോരാതെ വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ
എൻ്റെ മക്കളും അവരും ശുശ്രൂഷകളിൽ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ വൈഫും ഞങ്ങളെല്ലാം കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളാണ്, അവരുടെ മക്കളാണ് സഭയിലെ വിശ്വാസികളായിട്ട് കൂടുതലുള്ളത്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവം ഇന്നും ഞങ്ങളെ നടത്തുന്നു, ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കൾ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത്, ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങളെവിടെയും പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കർത്താവ് ഈ സാക്ഷ്യം കേട്ട് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പറയാനുണ്ട്. കാര്യം ഞാൻ ഒരു അമ്പലം തോറും പാടുകയും ചെണ്ടമേളം ചെയ്യുകയും അങ്ങനെ കലാപരമായിട്ടൊക്കെ നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നിവിടെ ചർച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അപ്പൻ മന്ത്രവാദിയാണ് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ വിളക്കുവെപ്പും പൂജകളും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം വെട്ടിമൂടിയാണ് ഇന്നിവിടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ചെറിയൊരു ചർച്ച് ഹോള് പണിതിരിക്കുന്നത്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബം മുഴുവനും ദൈവത്തെ, എൻ്റെ ഇളയ സഹോദരിയും കുടുംബം മാത്രമേ ഇനി രക്ഷയിലേക്ക് വരാനുള്ളൂ. ബാക്കിയുള്ളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തി ദൈവത്തിന്, ഇത്രത്തോളം ഞങ്ങളെ സംരക്ഷിച്ച ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം മുമ്പാകെയും ദൈവമക്കളുടെ മുമ്പാകെയും സമർപ്പിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.